മുഅ്മിനീങ്ങളെ, ദുൽഹിജ്ജ മാസമാണ്, വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസമാണ്. അതേ ഈ മാസത്തെ നമ്മുടെ പൂർവികരായ മഹത്തുക്കളൊക്കെ വല്ലാതെ ബഹുമാനിച്ച മാസമാണ്. ഹബീബായ തങ്ങള് വല്ലാത്ത ബഹുമാനം പഠിപ്പിച്ച മാസമാണ്. മറ്റു മഹാരഥന്മാര്, പൂർവികള്, നമ്മുടെ ഇമാമുമാര് എല്ലാവരും ഈ ദുൽഹിജ്ജ മാസം, അതിൽ തന്നെ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം വലിയ മഹത്വം പഠിപ്പിച്ച ദിവസങ്ങളാണ്. ബഹുമാനപ്പെട്ട മഹത്തുക്കളെല്ലാവരും ഈ 10 ദിവസങ്ങള് വല്ലാതെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മമാരെ, ബാപ്പമാരെ, ഈ 10 ദിവസങ്ങളിൽ നല്ലോണം ദുആ ചെയ്യണോ, നല്ലോണം റബ്ബിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞു ദ്വാരക്കണോ, നിസ്കരിക്കണോ, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണോ. അതുപോലെ തന്നെ നല്ലോണം ദിക്റ് ചൊല്ലണം, നല്ലോണം ദിക്റ് ചൊല്ലണോ. അതിനാണ് നമ്മുടെ മജ്‌ലിസ് രാവിലെ സുബഹി നിസ്കരിച്ച് പ്രഭാതത്തിൽ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം ചൊല്ലേണ്ട ദിക്റുകള്, സ്വലാത്തുകള്, മദ്ഹുകള്, മുത്തുനബി ചൊല്ലിയ അദ്കാറുകള് നമ്മൾ ഈ മജ്‌ലിസിലൂടെ ചൊല്ലുകയാണ്. മാഷാ അല്ലാഹ്, ദിക്റ് ചൊല്ലാൻ അതിന് പ്രത്യേകം ഒരു തൗഫീഖ് വേണം. ആ തൗഫീഖ് ഉള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. ദിക്റുകളുടെ കൂട്ടത്തിൽ തന്നെ വളരെ മഹത്വമേറിയ ദിക്റുകളാണ് നമ്മൾ ഈ മജ്‌ലിസിൽ ചൊല്ലുന്നത്. അല്ലാഹ്, ഞങ്ങളെ മരണം വരെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ദിക്റിന്റെ ആളുകളാവാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സൗഭാഗ്യമല്ലേ ഉമ്മ. മദദേ മടൂർ കേൾക്കുന്ന ഉമ്മമാരെ, ബാപ്പമാരെ, ബഹുമാനപ്പെട്ട സമറത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഫ്ളലുൽ കലാമി അർബഊൻ, സംസാരങ്ങളിൽ, വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ 4 വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ 4 വാക്കുകളാണ്. അതിലൊന്നാമത്തേതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന വാക്കാണ്. വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ വാക്കാണ്. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിക്റേതാ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അതുപോലെ മറ്റൊരു ശ്രേഷ്ഠതയേറിയ വാക്കാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്നുള്ള വാക്ക് ചിന്തിച്ചു നോക്കി. വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയേറിയ, ഏറ്റവും മഹത്വം നിറഞ്ഞ 4 വാക്കുകൾ. ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 വാക്ക് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. 4 വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്കുകൾ, 4 വാക്കുകളല്ല, വാക്കുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയേറിയ 4 വാക്കുകൾ. ആ 4 വാക്കുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ധാരാളം സുബ്ഹാനല്ലാഹ് ചൊല്ലണം. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഈ മജ്‌ലിസ് കേൾക്കുന്ന മദദേ മടൂർ കുടുംബങ്ങളെ, ധാരാളം സുബ്ഹാനല്ലാഹ് ചൊല്ലണം. നിസ്കാരത്തിന് ശേഷം 33 വീതം നമ്മൾ ചൊല്ലാറുണ്ട്. അത് മാത്രം പോരാ, സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ വല്ലാത്ത ദിക്റാണ്. ഒരു സ്വഹാബിയുടെ ഖബർ, ആ ജനാസ, ഒരു സ്വഹാബിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ ഖബർ, ആ സ്വഹാബിയെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ആ ഖബർ ആ സ്വഹാബിയെ ഇങ്ങനെ ഇടുക്കി.
ആ സമയത്ത് മുത്തുനബി പറഞ്ഞു സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്തിനാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞത്? സ്വഹാബി സംഭവം പറഞ്ഞു കൊടുത്തു, മുത്തുനബി സംഭവം പറഞ്ഞു കൊടുത്തു. സ്വഹാബത്തെ ഖബർ ഇടുക്കി പോയി, അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറയണമെന്ന് പറഞ്ഞു. സ്വഹാബത്ത് മുഴുവനും സുബ്ഹാനല്ലാഹ് പറഞ്ഞു. മാഷാ അല്ലാഹ്, ആ സുബ്ഹാനല്ലാഹയുടെ ബറക്കത്തുകൊണ്ട് ആ സ്വഹാബിയുടെ ഖബർ വിശാലമാവുകയാണ്. സുബ്ഹാനല്ലാഹ്ക്ക് വലിയ മഹത്വമുണ്ട്. അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലണം. അൽഹംദുലില്ലാഹ് ചൊല്ലുന്നവർക്ക് അല്ലാഹു തആല നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അത് അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ടുള്ള ദിക്റാണ്. അൽഹംദുലില്ലാഹ് പറയുന്നവർക്ക് അല്ലാഹു അവന്റെ നിഅമത്തുകൾ ഇങ്ങനെ അധികരിപ്പിച്ചു കൊടുക്കും. ഒരു കാർ കിട്ടി, അൽഹംദുലില്ലാഹ് പറഞ്ഞു, അയാൾക്ക് പിന്നെ നിഅമത്ത് അല്ലാഹു കൊടുക്കും. വീട് വെച്ചു, അൽഹംദുലില്ലാഹ് പറഞ്ഞു. എപ്പോഴും അൽഹംദുലില്ലാഹ് പറയണം, എപ്പോഴും അൽഹംദുലില്ലാഹ് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. നമുക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ ജീവിക്കുന്ന നേരത്ത് നല്ലോണം ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. അല്ലാഹു അക്ബർ എന്ന ദിക്ർ നല്ലോണം വർദ്ധിപ്പിക്കണം. വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ വാക്കുകളാണ് ഇതെല്ലാം. അല്ലാഹുവേ, നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ ഞങ്ങളോട് മാപ്പ് നൽകണേ അല്ലാഹ്. മാത്രമല്ല, ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ നല്ലോണം സ്വതക്ക കൊടുക്കണം. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. റമദാൻ കഴിഞ്ഞാല് പിന്നെ സ്വതക്ക കൊടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിവസങ്ങൾ അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ സ്വതക്ക കൊടുക്കാൻ ഏറ്റവും നല്ല ദിവസങ്ങൾ ഏതാ? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം. മാത്രമല്ല, ദുൽഹിജ്ജ മാസം ബലി നടത്താൻ ഉദ്ദേശിക്കുന്നവൻ ദുൽഹിജ്ജ 1 മുതൽ അത് നിർവഹിക്കുന്നത് വരെ, അതായത് ഉൽഹിയ്യത്ത് നിർവഹിക്കുന്നത് വരെ തന്റെ ശരീരത്തിൽ നഖം, മുടി, രോമം ഇതൊന്നും നീക്കം ചെയ്യരുത്. കറാഹത്താണ്, ഹറാമാണെന്ന അഭിപ്രായവും ചില പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാൽ അനിവാര്യ ഘട്ടത്തിൽ കറാഹത്തില്ല. ഒന്നിലധികം അറവ് നടത്തുന്നവർ അത് മുഴുവൻ നടത്തുന്നതുവരെ ഇവയൊന്നും നീക്കം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ധാരാളം അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉൽഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നവരാട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉൽഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അല്ലേ, ഉൽഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ചവരുണ്ടാവും. ആ ഉദ്ദേശിച്ച ആൾക്കാർ ദുൽഹിജ്ജ 1 മുതൽ ആ ഉൽഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ തന്റെ ശരീരത്തിലെ നഖം, മുടി, രോമം ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. കറാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം അമലുകൾ ചെയ്യാൻ, പൊരുത്തപ്പെട്ട രൂപത്തിൽ അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഉമ്മമാരെ, ബാപ്പമാരെ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ വല്ലാത്ത മഹത്വമുള്ള ദിവസമാണ്. ഇത് ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് വെർദുൽ ലത്തീഫ് ചൊല്ലാൻ ദുൽഹിജ്ജ 1 തുടങ്ങണം. ദുൽഹിജ്ജ 1 ഇന്ന് തുടങ്ങണം. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടെ, വളരെ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടെ ഓരോരുത്തരും അവരവരുടെ മനസ്സിലുള്ള നിയ്യത്തുകൾ കരുതിക്കോളൂ. എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടും. ആത്മാർത്ഥമായി എന്ന് ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു